നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോ നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്നറിയോ? പടച്ചവനെ, ഞാൻ ജനിച്ചത് ഇന്ത്യയിലല്ല. ഇപ്പൊ നമ്മൾ പറയും പടച്ചവനെ ഇന്ത്യയിൽ ജനിച്ചത് പോരാ, പശുവിന്റെ പേരിൽ ഇപ്പോഴും കൊല്ലുന്നുണ്ട്. കേരളത്തിൽ എന്തൊരു ഭാഗ്യമാണ്, എന്ത് ഭാഗ്യം! കേരളത്തെ പോലെ വർഗീയത നടക്കുന്ന സംസ്ഥാനം വേറെ ഏതെങ്കിലും ഉണ്ടോ? നാഴികയ്ക്ക് 40 വട്ടമല്ലേ ഓരോരുത്തരുന്നിട്ട് പറയുന്നത് മുസ്ലിങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ നടക്കുന്നു, അവനൊക്കെ പിടിച്ചെടുത്തപ്പോ അങ്ങോട്ട് എല്ലാവരെയും കാച്ചിക്കളയോ എന്നൊക്കെ പറയുന്നു. ആ ഒരു നിലയിലേക്ക് വർഗീയ ചുവയുള്ള വർത്തമാനം പറയുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ആഗ്രഹിക്കുന്ന കേരളത്തിൽ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ താമസിക്കുന്നതുകൊണ്ട് പശു ഇറച്ചി വേണമെങ്കിലും തിന്നാം, അങ്ങനെ ആരും തിന്നാറില്ല. പോത്തിറച്ചി വേണമെങ്കിലും തിന്നാം, കവറിൽ കൊണ്ടുവരണം മാംസം ഏതാണെന്ന് ചോദിക്കാൻ ഒരുത്തനും ഇല്ല, നട്ടല് നിവർന്ന് ചോദിക്കാൻ ഒരുത്തനും ആരോഗ്യം തന്റെ ഇടതൊരു ഉണ്ടായിട്ടുമില്ല എന്നൊക്കെ ഇപ്പൊ പറഞ്ഞാലും നാളെ പരലോകത്ത് പറയും, പടച്ചോനെ, ഞാൻ പാവപ്പെട്ട ഫലസ്തീൻ മക്കളോടൊപ്പം ഒരു അംഗമായിരുന്നെങ്കിൽ ഞാൻ ഇസ്രയേൽ അതിരൂപതയുടെ, ഫലസ്തീനിലെ അതിരൂപതയുടെ ആ ചർച്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽ-അഹ്ൽ ഹോസ്പിറ്റലിന്റെ മോർച്ചറിക്കകത്ത് വിറങ്ങലിച്ച കബന്ധമായി ഞാൻ മാറിയിരുന്നെങ്കിൽ തമ്പുരാനെ എന്ന് നാളെ പരലോകത്ത് നമ്മൾ വിളിച്ചു പറഞ്ഞു പോകും. ധീരമുജാഹിദുകളായ പാവപ്പെട്ട ഹയ അടക്കമുള്ള കുഞ്ഞുമക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ അവിടെയാണ് നമ്മൾ തിരിഞ്ഞു ചിന്തിക്കേണ്ടത്. അല്ലാഹ് പറയുന്നു, ഖുർആൻ ഇറക്കിയ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. വഹുവ യതവല്ല സാലിഹീൻ, അല്ലാഹ് സാലിഹീങ്ങളെയാണ് ഏറ്റെടുക്കുന്നത്.